ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നതാണ് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ റൂമിൻ്റെ എയറോൾസിൻ്റെ ഉള്ളിൽ ഈ പ്രാവുകൾ കൂടിട്ടുന്നുണ്ട് കേട്ടോ. 2 പ്രാവുണ്ട്. അപ്പോൾ ഇവർക്ക് മുട്ടയിടാനുള്ള ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂടിട്ടും, പിന്നെ അവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോകും, പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ അതാ ഇന്നാളൊക്കെ വന്നപ്പോൾ ഉമ്മ അവിടുന്ന് ഇങ്ങനെ ആ ഹോൾസ് ഇങ്ങനെ അടച്ചിട്ട് അറ്റികളെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മുറ്റടിച്ച് വാരൽ കഴിഞ്ഞതിന് ശേഷം സിനിമോളെ യൂണിഫോമൊക്കെ വേഗം തന്നെ അയൺ ചെയ്ത് വെക്കുകയാണ്. സിനിമോൾ അപ്പോഴേക്കും വേഗം ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളിതാ യൂണിഫോമൊക്കെ മാറ്റി പിന്നെ തലയൊക്കെ വാരിയാണ് കേട്ടോ. അപ്പം മുടിമൽ ഇടാൻ അറിയില്ല കേട്ടോ, മുടിമത്തെ ഇടാൻ അറിയില്ല. അപ്പം ഞാനത് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോളിട്ടപ്പോൾ അത് കുളമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനത് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ സിനിമോള് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇതാ ഞാൻ മോളെ യൂണിഫോമും കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ റൂം മേലെയാണ്, പക്ഷെ ഞങ്ങൾ കിടക്കൽ താഴെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ താഴേക്ക് ഞാൻ വരുമ്പോൾ ന്യൂസ് അപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലും വാശിക്കാരം. അപ്പോൾ ഇന്ന് നല്ല സന്തോഷത്തിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഉറങ്ങിണീച്ച്. അത് കഴിഞ്ഞതിന് ശേഷം സിനിമകൾക്ക് ചായ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം ചായക്ക് ചപ്പാത്തി മീൻകറി കേട്ടോ, തലേന്നൊക്കത്തെ മീൻകറി. അങ്ങനെ മോളവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ മോളെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോൾക്ക് ചോറും സോയാബീൻ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആക്കിയതോ കേട്ടോ ഉള്ളത്. അങ്ങനെ മോളെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു. അതിനുശേഷം പിന്നെ ഞാനും ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഈ ഒരു മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ചു വാരിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനാണ് അടിച്ചു വാരി തുടക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം താത്തയാണ് കേട്ടോ. താത്താന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് മൂത്തച്ചി. അപ്പോൾ അങ്ങനെ മാറി മാറി കേട്ടോ ഞങ്ങൾ തുടക്കൽ. അങ്ങനെ പിന്നെ തുടക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ പണിക്കാരുണ്ട്, അപ്പം അവരൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ചോറും കറിയൊക്കെ ആവണമല്ലോ. അപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് നല്ല പോലെ തന്നെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ തുടക്കാൻ നിന്നു. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ചോറ് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ല, തിളച്ചിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വെന്തിക്കണമെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വേവുള്ള അരി ആയതുകൊണ്ട് അത് വെന്തിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മൾ ചോറിന് നല്ല പോലെ തന്നെ തീയൊക്കെ വീണ്ടും കത്തിച്ചിട്ട് ഞാനിതാ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഡ്രസ്സ് അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ അലക്കലും പിന്നെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കറിയും ചോറൊന്നും വെക്കുന്നതൊന്നും അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒക്കെ ആയതിനു ശേഷം കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല കർമൂസക്കറിയും ചിക്കൻ ഗ്രേവിയും പിന്നെ ഉറക്കപ്പുളി അച്ചാർ തന്നിട്ടാണ് കേട്ടോ. പിന്നെ ചോറും ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് വന്നപ്പോൾ നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരക്കൂട്ടിയപ്പോൾ പിന്നെ നോട്ട്ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ളൊരു കടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കട നമ്മളടുത്ത് തന്നെയാണ്, കുറച്ചൊന്ന് നടക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഇവിടുന്ന് നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട്, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നോട്ട്ബുക്ക് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞാൻ മക്കളെ മുടിയിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ 2-3 വാങ്ങിച്ചു കേട്ടോ. എനിക്കിങ്ങനത്തെ ഈ ചെറിയ കുഞ്ഞു കുട്ടികളെ മുടിമത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര പൂതിയായിട്ടോ വാങ്ങിക്കാൻ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ക്രാബ് വാങ്ങിച്ചു. പിന്നെ 2 ചീർപ്പാട്ട് എടുത്തിട്ടുള്ളത്. ഈ ചീർപ്പ് എന്ന് വെച്ചാൽ ഒന്നൊക്കെ കാണാതാവുക അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാം. ഇതന്നെ കേട്ടോ മെയിൻ പരിപാടി ഇവിടുത്തെ. അപ്പോൾ ഞാൻ 2 ചീർപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൂനുമോൾക്കൊരു ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ചേ. അങ്ങനെ വന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു.
അങ്ങനെ പിന്നെ കുറച്ച് നേരം മക്കളെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം അങ്ങനെ പോയിട്ടാണ്. പിന്നെ അതാ രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം. നമ്മുടെ ഉച്ചത്തെ അതേ ഫുഡ് തന്നെ, കർമൂസക്കറിയും ചിക്കൻ ഗ്രേവിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. പാത്രം കഴുകൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിടാണ് കേട്ടോ. പിന്നെ അതാ നൂനുമോൾക്ക് പാല് കൊണ്ടുവരുന്ന കുപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു കേട്ടോ പാല് കാച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുപ്പി ഇതാ ഞാൻ ആ ചെറിയ കുപ്പിയൊക്കെ കഴുകുന്ന ഒരു ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളം നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ സിങ്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ രാത്രി എന്ന് വെച്ചാൽ കിച്ചണ് നല്ല പോലെ ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം കേട്ടോ പോയി കിടന്നാലാണ് സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ഭ്രാന്തയിക്കാരം. ഈ കിച്ചൺ ആകെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം പണിയെടുക്കാൻ തന്നെ മൂഡ് തോന്നൂല കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ജീരകം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീരകം ഞാൻ അതിൻ്റെ മുകളിൽ കഴിക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.